ഹലോ, അസ്സാം വലൈക്കും. എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ചിക്കൻ മസാല വെച്ച് പുട്ടുണ്ടാക്കുകയാണ്. ചിക്കൻ പുട്ട് ബീഫിൽ, ചിക്കനിൽ, ചെമ്മീനിൽ, വെജിറ്റബിളിൽ എല്ലാം ഉണ്ടാക്കാം. ഇന്ന് ഞാൻ ചിക്കൻ മസാല ആക്കിയിട്ടാണ് പുട്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. പുട്ടിന് വേണ്ടി കുഴച്ച് വെച്ച് അതൊരു 10-25 മിനിറ്റ് അങ്ങനെ നിൽക്കുമ്പോൾ പുട്ട് നല്ല സോഫ്റ്റാവും. അതിനുശേഷം ചിക്കൻ്റെ മസാല ആക്കുന്നുണ്ട്. 3 ചെറിയ ഉള്ളി എടുത്ത്, സാധാരണ ചിക്കൻ്റെ എല്ലാം മസാല ആക്കില്ല, അതുപോലെ തന്നെ 3 ഉള്ളി എടുത്ത് വാട്ടുന്നുണ്ട്. പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ചതച്ചതിടും. അത് നന്നായി മൂത്ത് കഴിയുമ്പോൾ കുറച്ച് മസാലപ്പൊടികളെല്ലാം ഇട്ടിട്ട് ചിക്കൻ കഷ്ണം, ചിക്കൻ്റെ എല്ലില്ലാത്ത കഷ്ണം ഉള്ളിൽ നന്നായി മൂത്തതിന് ശേഷം പൊടികളിടുന്നതിന് മുമ്പ് തക്കാളി ഇട്ട് 2 ചെറിയ തക്കാളി അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പുപൊടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുത്ത്, അതിനുശേഷം അതിൻ്റെ ആവശ്യമുള്ള എത്രയാണോ നമ്മൾ ക്വാണ്ടിറ്റി ഉള്ളിയും തക്കാളിയും എടുത്ത് അതിനനുസരിച്ചിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ ഇതെല്ലാം ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിനുശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇടും. ചിക്കൻ ബ്രസ്റ്റ് പീസ് ഞാൻ ഫ്രോസൺ വാങ്ങിയതാണ്, ബ്രസ്റ്റ് പീസ് മാത്രം. അത് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ഇട്ട് നന്നായി ഇളക്കി മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് അടച്ച് വെച്ച് വേവിക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യൂലേ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്ന് ബെല്ലൈക്കണം കൂടി അമർത്തണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ചെറുതായി അരിഞ്ഞ് വെച്ച് ചിക്കനും മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവാൻ വെച്ച് കേട്ടോ. ഇനിയിപ്പോൾ ആ കുഴച്ച് വെച്ച മാവിൽ 1 കപ്പ് തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും. എന്നിട്ട് അത് മൊത്തത്തിൽ പുട്ടുകുറ്റിയിലിട്ടിട്ടൊന്ന് ആവി കയറ്റിയെടുക്കും. പുട്ടുപൊടി മുഴുവനായിട്ടും ഫസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കും. പിന്നെ അത് മസാല ഇട്ടിട്ട് രണ്ടാമത് ഒന്നുകൂടി ആവിക്ക് വെക്കും. നല്ല ടേസ്റ്റും സോഫ്റ്റെല്ലാം ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു ട്രിക്കാണത്. അങ്ങനെ നല്ല ചിക്കൻ മസാല റെഡിയായി. നല്ല ടേസ്റ്റി ചിക്കൻ മസാലയാണ്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മുകളിൽ കുറച്ചുകൂടി മല്ലിയില ഇട്ട് കൊടുത്തിട്ട് തീ ഓഫാക്കി അടച്ച് വെക്കണം. പിന്നെ ഒന്നുകൂടി പറഞ്ഞാൽ ഈ ചിക്കൻ മസാല ആക്കുമ്പോൾ തീ കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ചിട്ടാണ് വേവിച്ചെടുത്തത്. അങ്ങനെ മുഴുവൻ കുഴച്ച് വെച്ച പൊടി ഒന്ന് ആവി കയറ്റിയെടുത്ത് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച്, അഥവാ നനവ് പോരാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം കുടഞ്ഞിട്ട് പാകത്തിന് നനച്ചിട്ട് കുറച്ചുകൂടി തേങ്ങ അതിലിട്ട് നന്നായി മിക്സ് ആക്കണം. തേങ്ങ ഈ പുട്ടുപൊടി അതിൻ്റെ കൂടെ ഇറച്ചി മസാല അതിൻ്റെ കൂടെ തേങ്ങ ഇടുന്നത് അങ്ങനെ ഇടാം. അല്ലെങ്കിൽ ഇതുപോലെ ഇട്ട് കുഴച്ചിട്ട് ഇനി പുട്ടുകുറ്റിയിൽ ലെയറായിട്ട് സാധാരണ പുട്ടിലിടുന്ന പോലെ പുട്ടുപൊടി, അതിനുശേഷം മസാല, പിന്നെ പുട്ടുപൊടി മസാല ആക്കിയിട്ട് അങ്ങനെ ഇട്ടിട്ട് ആവി കയറ്റി എടുക്കണം. നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യലുണ്ടോ പറയണേ. ഞാൻ ചെമ്മീനിലും ബീഫിലെല്ലാം ചെയ്തിട്ടുണ്ട്. ചിക്കനിൽ ആദ്യമായിട്ടാണ് ചിക്കൻ ക്യൂബ് കുറച്ച് വലുതായി പോയെന്ന് തോന്നുന്നു കട്ട് ചെയ്തത്. കുറച്ചും കൂടി ചെറുതാക്കണമായിരുന്നു. എന്നാലും പുട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ചിക്കൻ മസാല എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ആ ചിക്കൻ കഷ്ണം കുറച്ച് ചെറുതാക്കാമായിരുന്നു എന്ന് തോന്നി. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കണം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അങ്ങനെ നല്ല ചിക്കൻ പുട്ട് റെഡിയായി. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി എല്ലാവരും സപ്പോർട്ട് എന്നുള്ള പ്രതീക്ഷയിൽ. അസ്സലാമു അലൈക്കും.